മലയോര ഗ്രാമമായ കൊളക്കാടിനെ നടുക്കി വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് ആ വാർത്ത പുറത്തുവന്നത്. കേളകത്ത് അറിയപ്പെടുന്ന ബിസിനസ് സംരംഭകയും രാഷ്ട്രീയ പ്രവർത്തകയുമായ ഗീതമ്മ സ്വന്തം വീട്ടിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടിരുന്നു. കൊലയാളി മറ്റാരുമല്ല, സ്വന്തം മകൻ ക്രിസ്റ്റി തന്നെയാണെന്ന സത്യം നാട്ടുകാരെയും പോലീസിനെയും ഒരുപോലെ ഞെട്ടിച്ചു. ഈ ക്രൂരതയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ പുറത്തുവരുന്നത് കേരളത്തിലെ മലയോര മേഖലകളെ വിഴുങ്ങുന്ന ലഹരി മാഫിയയുടെ കരാളഹസ്തങ്ങളും ഒരു കുടുംബത്തിന്റെ തകർച്ചയുടെ ആഴവുമാണ്. വെള്ളിയാഴ്ച രാത്രി കൊളക്കാട്ടെ ഗീതമ്മയുടെ വീട്ടിൽ നിന്ന് പതിവിലും വിപരീതമായി ഉച്ചത്തിലുള്ള വാക്കുതർക്കങ്ങൾ കേട്ടിരുന്നു. ലഹരിക്കടിമയായ ക്രിസ്റ്റി പണത്തിനു വേണ്ടിയോ മറ്റ് ആവശ്യങ്ങൾക്കോ വേണ്ടി അമ്മയുമായി നിരന്തരം കലഹിക്കാറുണ്ടായിരുന്നുവെന്ന് അയൽവാസികൾ മൊഴി നൽകുന്നു. എന്നാൽ അന്ന് രാത്രി തർക്കം അക്രമാസക്തമായി. കയ്യിൽ കരുതിയിരുന്ന മാരകായുധം ഉപയോഗിച്ച് ഗീതമ്മയുടെ കഴുത്തറക്കുകയായിരുന്നു. ചോരയിൽ കുളിച്ചു കിടന്ന അമ്മയെ ഉപേക്ഷിച്ച് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ പ്രതി പിന്നീട് പോലീസിൽ കീഴടങ്ങുകയായിരുന്നു എന്നത് ഈ കുറ്റകൃത്യത്തിന്റെ പൈശാചികത വർദ്ധിപ്പിക്കുന്നു. ഈ കൊലപാതകത്തിന് പിന്നിലെ പ്രധാന വില്ലൻ ലഹരിയാണെന്ന് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ക്രിസ്റ്റി മാരകമായ സിന്തറ്റിക് ലഹരി മരുന്നുകൾക്ക് അടിമയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലഹരി ഉപയോഗം ക്രിസ്റ്റിയുടെ സ്വഭാവത്തിൽ വരുത്തിയ മാരകമായ വ്യതിയാനങ്ങളാണ് ഈ ദാരുണമായ കൊലപാതകത്തിന് പിന്നിലെ പ്രധാന ചാലകശക്തിയായി പോലീസ് വിലയിരുത്തുന്നത്. അതിശക്തമായ സിന്തറ്റിക് ലഹരി മരുന്നുകളുടെ സ്വാധീനത്തിൽ പ്രകോപനമില്ലാതെ ദേഷ്യപ്പെടുകയും വീട്ടുപകരണങ്ങൾ തല്ലി തകർക്കുകയും ചെയ്യുന്നത് ഇയാളുടെ പതിവ് ശൈലിയായിരുന്നു. ലഹരി വാങ്ങുന്നതിനായി വൻ തുകകൾ ആവശ്യമായി വന്നതോടെ ഗീതമ്മയുടെ ബിസിനസ് വരുമാനത്തിനുമേൽ പ്രതി കണ്ണുവച്ചിരുന്നു. പണം ചോദിക്കുമ്പോൾ നൽകാൻ വിസമ്മതിച്ചതിലുള്ള കടുത്ത വൈരാഗ്യവും ലഹരിയുടെ മത്തുമാണ് സ്വന്തം അമ്മയെ പോലും ഇല്ലാതാക്കാൻ പ്രതിയെ പ്രേരിപ്പിച്ചതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം. കൊല്ലപ്പെട്ട ഗീതമ്മ കേവലം ഒരു വീട്ടമ്മ എന്നതിലുപരി സ്വയപ്രയത്നത്താൽ ജീവിതം കെട്ടിപ്പടുത്ത കരുത്തുറ്റ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. കേളകത്ത് മൊണാലിസ എന്ന പേരിൽ ഒരു ബ്യൂട്ടി പാർലർ നടത്തിവരികയായിരുന്ന അവർ കഠിനാധ്വാനത്തിലൂടെയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുത്തത്. സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലും സജീവമായിരുന്ന അവർ മഹിളാ മോർച്ചയുടെ ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ ജനകീയ പ്രശ്നങ്ങളിൽ മുൻപന്തിയിൽ നിന്നിരുന്നു. നാട്ടുകാർക്കിടയിൽ മാന്യമായ സ്ഥാനമുണ്ടായിരുന്ന ഗീതമ്മ ലഹരിയുടെ വഴിയിലേക്ക് വഴിതെറ്റിപ്പോയ മകനെ ആ ചതുപ്പിൽ നിന്ന് മോചിപ്പിക്കാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ മകന്റെ ലഹരി പ്രയോഗത്തെ തിരുത്താനും നിയന്ത്രിക്കാനും അവർ നടത്തിയ ആത്മാർത്ഥമായ ശ്രമങ്ങളാണ് ലഹരി മരുന്നിന്റെ അടിമയായി മാറിയ പ്രതിയെ പ്രകോപിപ്പിക്കുകയും ഒടുവിൽ ഈ ദാരുണമായ അന്ത്യത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. ഈ ദാരുണമായ കൊലപാതകം നടന്ന ഉടൻ തന്നെ കേളകം പോലീസ് സംഭവ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും പ്രതിയായ ക്രിസ്റ്റിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കൊലപാതകത്തിന് ഉപയോഗിച്ച മാരകായുധം പോലീസ് ഇതിനോടകം തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കൊലപാതകത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും അയാൾക്ക് ലഹരി മരുന്ന് ലഭിക്കുന്ന സ്രോതസ്സുകൾ ഏതാണെന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥർ. പ്രതിക്ക് ലഹരി എത്തിച്ചു നൽകുന്ന പ്രാദേശിക കണ്ണികളെയും ലഹരി മാഫിയ ബന്ധങ്ങളെയും കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ കണ്ണൂർ പോലീസ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ലഹരി മാഫിയെക്കുറിച്ചുള്ള കൂടുതൽ നിർണായകമായ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഈ കൊലപാതകം ഒറ്റപ്പെട്ട സംഭവമായി കാണാനാവില്ല. കേരളത്തിലെ മലയോര ഗ്രാമങ്ങളിൽ പോലും മാരക ലഹരി മരുന്നുകൾ എളുപ്പത്തിൽ ലഭ്യമാകുന്നു എന്നതിന്റെ തെളിവാണ് കൊളക്കാട്ടെ ഈ ക്രൂരത. ഗീതമ്മയുടെ മരണം കണ്ണൂരിന് മാത്രമല്ല കേരളത്തിന് തന്നെ ഒരു മുന്നറിയിപ്പാണ്. ലഹരിയുടെ വേരുകൾ അറുത്തുമാറ്റിയില്ലെങ്കിൽ ഇനിയും എത്ര ഗീതമ്മമാർ ഇരയാക്കപ്പെടും എന്ന ചോദ്യം ബാക്കിയാവുന്നു. ഒരു മകൻ തന്റെ അമ്മയെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഒരു പ്രബുദ്ധ കേരളത്തിന് ഒരിക്കലും അംഗീകരിക്കാനാവില്ല.